കാർത്തിക്, ഈ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇനി അഭിജിത് ദീപ്കെ ഇനി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം തന്നെ അവിടെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി അനുമതി വാങ്ങണം. എന്നാൽ മാത്രമേ ആ പ്രതിഷേധത്തിനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് നടക്കുമോ എന്നുള്ള ഉറപ്പുള്ളൂ. അപ്പോൾ ഈ അനുമതി വാങ്ങാൻ അവിടെ സ്റ്റേഷനിലേക്ക് എത്തണമെന്നുള്ളതൊക്കെ ആയിരുന്നല്ലോ നേരത്തെ ആഹ്വാനം. അല്ല ഇനി മറ്റാരെങ്കിലും വിട്ട് ഇപ്പോൾ അനുമതിക്കായി അപേക്ഷ നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ഈ മുൻകരുതൽ, ഇത്രമാത്രം ജനപങ്കാളിത്തം അല്ലെങ്കിൽ ഒരുപാട് പേർ എത്താൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ പോലും ഇത്തരമൊരു സന്നാഹത്തെ നിയോഗിക്കേണ്ട സാഹചര്യം എന്താണ്? അതൊരു മുൻകരുതൽ എന്ന് മാത്രം കണക്കാക്കി ഒഴിവാക്കാൻ പറ്റുമോ? ഒരു മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്കിൽ കൂടിയും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ആ പ്രതിഷേധങ്ങളൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ടാകണം ഇത്തരത്തിൽ ഒരു ക്രമീകരണം ഒരുക്കിയത്. എന്തായാലും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാൻ ഇപ്പോൾ ഡൽഹി പോലീസ് അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. അഭിജിത് ദീപ്കെ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ തന്നെ നിയമവിദഗ്ധരുമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഒരുപക്ഷെ അവിടെ വെച്ച് തന്നെ ഡൽഹി പോലീസുമായുള്ള ചർച്ചയിൽ ഈ അനുമതിക്കുള്ള ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ടാവാം. അവിടെ നിന്നും പുറത്തുവരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതായത് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ സമാധാനപരമായി ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാനുള്ള അനുമതി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇപ്പോൾ ഡൽഹി പോലീസ് നൽകിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഡൽഹി പോലീസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമല്ല എങ്കിൽ കൂടിയും അതിനകത്ത് നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളാണ്. അങ്ങനെയെങ്കിൽ നിയമവിദഗ്ധരുമായി അഭിജിത്ത് ചർച്ച നടത്തി. നിയമവിദഗ്ധരും അഭിജിത്തിൻ്റെയും സാന്നിധ്യത്തിൽ അവർ ഡൽഹി പോലീസുമായി ചർച്ച നടത്തിയിട്ടുണ്ടാകണം. അങ്ങനെ സമാധാനപരമായി ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറപ്പിൽ കൃത്യമായ രേഖകൾ, അഭിജിത്തുമായി ബന്ധപ്പെട്ട രേഖകളും പോലീസ് ആവശ്യപ്പെട്ട രേഖകളുമൊക്കെ കൈമാറിയിട്ടുണ്ടാകണം. അങ്ങനെയാണ് ഇതിന് അനുമതി നൽകിയത് എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തണം. എന്തായാലും അനുമതി ലഭിച്ചിരിക്കുന്നു ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടിക്ക്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാകും പ്രതിഷേധം. നിശ്ചയിച്ചതുപോലെ നേരത്തെ പാർട്ടി ആഹ്വാനം ചെയ്ത രീതിയിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ അവരുടെ വക്താക്കളും ജന്തർ മന്ദറിലടക്കം ആഹ്വാനം ചെയ്യുന്നത്. മാത്രമല്ല ഇതിൽ രസകരമായിട്ടുള്ള കാര്യം, സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ ആഹ്വാനം ഭക്ഷണം കഴിച്ചിട്ട് വരണം, വിശപ്പ് മാറ്റണം, സൺസ്ക്രീൻ വേണം, വെള്ളം കരുതണം, അങ്ങനെ ഒരു വല്ലാത്ത തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളോ ഒരു പ്രതിഷേധം നടത്തുമ്പോൾ നടത്തുന്ന ആഹ്വാനത്തിനും അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ കൂടി ഈ കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ കാർത്തിക് സൂചിപ്പിച്ചു വരെ പുസ്തകം കയ്യിൽ കരുതണം, അത് വിദ്യാഭ്യാസം, തുല്യ വിദ്യാഭ്യാസം എന്നുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ട് കാണാം. ദൃശ്യങ്ങൾ വളരെ കൃത്യമായി കാണാം. അഭിജിത് ദീപ്കെ അദ്ദേഹം അവിടെ കാത്തു നിൽക്കുകയാണ്. ഈ പുറത്തേക്ക് ഇറങ്ങാൻ അനുമതി നൽകാത്തത് കൊണ്ടാണോ അദ്ദേഹം ഇപ്പോഴും എയർപോർട്ടിൽ തുടരുന്നത്? ഡൽഹി പോലീസിന്റെ സാന്നിധ്യത്തിലും സുരക്ഷയിലുമായിരിക്കും അഭിജിത് ദീപ്കെ പുറത്തേക്ക് ഇറങ്ങുക. എന്തായാലും ഒരു സുരക്ഷാ ക്ലിയറൻസിനായി കാത്തു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിഷേധത്തിനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. അത് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ്. മറ്റൊന്ന് എൽദോ, ഡൽഹി പോലീസ് ഈ അനുമതി നൽകിയത് കൃത്യമായ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതായത് നേരത്തെ സംഭവിച്ചതുപോലെ പല പ്രതിഷേധങ്ങളിലും ജന്തർ മന്ദറിൽ സംഘടിപ്പിക്കുമ്പോൾ സംഭവിച്ചതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമാധാനപരമായി ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് സംഘാടകർ തന്നെ ഡൽഹി പോലീസിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. ആ ഉറപ്പിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഈ പ്രതിഷേധത്തിന് അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ അഭിജിത്ത് പുറത്തേക്കിറങ്ങും. അഭിജിത്തിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ ആരും എത്തരുത് എന്ന് നേരത്തെ തന്നെ അഭിജിത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന പലരും ഇപ്പോൾ വിമാനത്താവളത്തിന് പുറത്തുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് നേരത്തെ വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നതും. CRPF ഒപ്പം CSF അടക്കം ഉദ്യോഗസ്ഥരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ തോതിലുള്ള ബാരിക്കേഡുകൾ ടെർമിനൽ 6 മുമ്പിലായി വളരെ പുലർച്ചെ തന്നെ ക്രമീകരിച്ചിരുന്നു. അതായത് എത്രത്തോളം പ്രതിഷേധക്കാരുടെ പങ്കാളിത്തം ഇന്ന് ഡൽഹിയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ കൃത്യമായ വിവരം പോലീസിന് ലഭ്യമല്ല. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം, വലിയ തോതിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഇതാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ജന്തർ മന്ദറിൽ നിന്നും മാത്രമല്ല പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുമൊക്കെ നമുക്ക് രാവിലെ കാണാൻ കഴിയുന്ന കാഴ്ച. എന്തായാലും ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ കൂടി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ആനി രാജ അടക്കം ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. അത്തരത്തിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് ഭാഗമാകും എന്നതുകൂടി ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. CJPയെ നേരത്തെ ശക്തമായി വിമർശിച്ച
BJP രംഗത്തെത്തിയിരുന്നു. ഒപ്പം കോൺഗ്രസ് ആകട്ടെ ഒരു മൃദു സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ CPI അടക്കമുള്ള സംഘടനകളുടെ നേതാക്കളിൽ പലരും, രാജ്യത്തെ പ്രമുഖ നേതാക്കളിൽ പലരും ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമാകും എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതായത് ജെൻസി ചെറുപ്പക്കാരുടെ പേരിൽ ആരംഭിച്ച ഒരു കൂട്ടായ്മ അതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു. അതൊരു വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്നു. ആ പ്രതിഷേധത്തിന്, ആദ്യ പരസ്യ പ്രതിഷേധത്തിന് പല കോണുകളിൽ നിന്നുള്ള പിന്തുണ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നത് അതാണ്. അഭിജിത്ത് അല്പസമയത്തിനകം വിമാനത്താവളത്തിന് പുറത്തേക്കെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബോസ്റ്റണിൽ നിന്ന് ആണ് രാവിലെ 7:41 കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഡൽഹിയിലെത്തിയ അഭിജിത്ത് ദീപ്കയുമായി ഏറെ നേരം ഡൽഹി പോലീസ് ചർച്ച നടത്തി. ഏതാണ്ട് 1.5 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അഭിജിത്ത് ദീപ്കയുമായി ഡൽഹി പോലീസ് നടത്തി. അങ്ങനെ കൃത്യമായ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ, ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് വരെ അവർക്ക് പ്രതിഷേധിക്കാം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടു. ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇനിയാണ് ഒരു പക്ഷേ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്ന് വ്യക്തമാവുക. അഭിജിത്ത് ദീപ്കെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്താണ് പ്രതികരിക്കുന്നത്? അദ്ദേഹം എന്തോ പുറത്തെത്തിയ ഉടൻ തന്നെ മൈക്കിന് മുന്നിൽ എന്തോ അറിയിച്ചു. ഇനി എങ്ങോട്ടാണ് നീങ്ങുക, ഇനി എന്താണ് അടുത്ത നടപടികൾ എന്നൊക്കെയാണ് കാത്തിട്ട് കാണേണ്ടത്. അത്യന്തം ആകാംക്ഷഭരിതമായിട്ടുള്ള നിമിഷങ്ങളാണ് ഡൽഹിയിൽ. വർഷങ്ങൾ മുമ്പ് കണ്ട പ്രതിഷേധ ജ്വാലകൾ അത് എത്രമാത്രം വലിയ തോതിൽ ഉണർന്നു, അത് വളർന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഒരു കൂട്ടായ്മയിലേക്ക്, അതുപോലെ ഒരു സംഘടനാ തലത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നൊക്കെ കാത്തിരിക്കാം. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ആ ഒരു ഹൈപ്പ്, ആ ഹൈപ്പിനപ്പുറത്തേക്ക് എത്രമാത്രം ഒരു സംഘടനാ ബലം ഇതിലുണ്ടാകുമെന്നൊക്കെയാണ് അറിയേണ്ടത്. എന്നാൽ US നിന്നും പുറത്തിറങ്ങിയ അഭിജിത്ത് ദീപ്കെ ഇതാ ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക്. കാർത്തിക്, ഇനി എങ്ങോട്ട് എന്നുള്ളതാണ്. നേരെ ജന്തർ മന്ദറിലേക്കാണോ അതോ പോലീസ് സ്റ്റേഷനിലേക്കാണോ, എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? എൽദോ 9:15 അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. വാഹനത്തിൽ ജന്തർ മന്ദറിലേക്ക് പോകുന്നു. ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കൾ ഇപ്പോൾ അവരുടെ എക്സ് അക്കൗണ്ടുകളിലൂടെ ഔദ്യോഗികമായി അനൗൺസ് ചെയ്തിരിക്കുന്നു. പെർമിഷൻ ഫോർ ദ കോക്രോച്ച് പ്രൊട്ടസ്റ്റ് സെക്യൂർഡ് ഫ്രം അതോറിറ്റീസ്. ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു. എവരി വൺ പ്രൊസീഡ് സ്ട്രേറ്റ് ടു ജന്തർ മന്ദർ. എല്ലാവരും ജന്തർ മന്ദറിലേക്ക് നീങ്ങുക എന്നാണ് പാർട്ടിയുടെ വക്താവ് തന്നെ ഇപ്പോൾ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് പോകരുത്, പ്ലീസ് കം ഡയറക്ട്ലി ടു ജന്തർ മന്ദർ. ജന്തർ മന്ദറിലേക്ക് എല്ലാ പ്രവർത്തകരും നേരിട്ടെത്തണം. ഇതാണ് സോഷ്യൽ മീഡിയയിലൂടെ പാർട്ടി വക്താക്കളുടെ ആഹ്വാനം. ഒപ്പം ധർമ്മേന്ദ്ര പ്രധാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.